ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. എല്ലാവരും കമൻസിലിടൂ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഗുരുവായൂരപ്പനെ കുറിച്ചാണ് എല്ലാ ദിവസമുള്ള ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇതുവരെയും കേൾക്കാത്ത പല ലീലകളും നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ സങ്കല്പമല്ല, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ ഗർഗഭാഗവത്തിലൂടെയാണ് ഇത് പഠിക്കുന്നത്. ഇനി ഇതിനു മുമ്പേ നിങ്ങൾ ചിലപ്പോൾ ഗർഗഭാഗവതമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിൽ ചിലപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ടായിരിക്കത്തില്ല. വന്നാലും ഇല്ലെങ്കിലും നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാം, അല്ലേ? അന്നേരം ഭഗവാൻ അവതരിക്കുന്നത് മുമ്പേ ഭഗവാന്റെ ഗോലോകത്തെക്കുറിച്ചും പിന്നെ ഗുരുവായൂർ ഇപ്പോൾ ക്ഷേത്രം അവിടെ നിൽക്കുന്നു, അവിടെ ഇരിക്കുന്ന ഭഗവാന്റെ ആ ഭാവം എന്താണ് എന്നൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ചർച്ച തുടരാം. അതിനു മുമ്പായിട്ട് ഗുരു പ്രണാമ മന്ത്രങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച ഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹനലളിതാ ശ്രീവിശാഖാൻവിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാഷുഭാനവീ ദേവി ദയിതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനേ പ്രഭവേ നമ. മാധുര്യോജ്വല പ്രേമാദ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതാവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിതേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ നമ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വസേ നമ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമന്ദമതീർഗതിമത്സർവസ്വപാദാംബുജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഘോവിന്ദദേവോ പ്രേഷ്ഠാനുഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമണ്ഡാസരസാരംഭീ വംശീവരത്തരസ്ഥിതാകർഷൻ വേണുസ്മനേർ ഗോപീർ ഗോപീനാഥ ശ്രീസ്തുത. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासुदेव गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासुदेव गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे हरे राम राम हरे. हरे कृष्ण कृष्ण हरे हरे राम राम हरे. मुखं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातुमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഈ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാം, നമ്മൾ ഗുരുവായൂരപ്പൻ്റെ
ലീലകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗർഗഭാഗവത്തിൽ നിന്നും. അപ്പോൾ ഭഗവാൻ ഗോലോകത്തിൽ ദേവന്മാരെ കണ്ടിട്ട് ദേവന്മാർ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്, ഭഗവാനെ അങ്ങ് സ്വയം വന്നേ പറ്റൂ. കാരണം ഇതുവരെ നമ്മൾ ചിലപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന ഭക്തർ അവർ വിചാരിക്കും ഭഗവാൻ അവതാരമാണല്ലോ എന്ന്. പക്ഷെ ഭഗവാൻ അവതാരമല്ല. ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പരിപൂർണതമ രൂപമാണ്. ഓക്കെ, അത് ശ്രീമദ് ഭാഗവത്തിലും പറയുന്നുണ്ട്, നാരായണീയത്തിലും പറയുന്നുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, നാരായണീയത്തിൽ പറയുന്നു അങ്ങ് കലാരൂപമല്ല, അങ്ങ് സ്വയം ഭഗവാനാണെന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും പറയുന്നുണ്ട്. ഓക്കെ, അന്നേരം അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഒരു അവതാരമല്ല, വിഷ്ണുവിൻ്റെ അവതാരമല്ല. വിഷ്ണു എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു രൂപമാണ്. ഓക്കെ, അത് ഭഗവാൻ പരിപാലനത്തിന് വേണ്ടി എടുക്കുന്ന രൂപമാണ്. അന്നേരം ഭഗവാൻ എന്ന് പറയുന്ന പരമോന്നത ഈശ്വരൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ രൂപമാണ്. ആ രൂപത്തെ ഭഗവാന്റെ പരിപൂർണതമ രൂപം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കുറച്ച് പേര് കണ്ടുപിടിച്ച സിദ്ധാന്തമല്ല. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലും ഗീതയിലൂടെയും ഭാഗവത്തിലൂടെയും ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മളത് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ശാസ്ത്രങ്ങൾ നോക്കാം. ഓക്കെ, ഒരു കാര്യമില്ലാതെ ഇതൊക്കെ ഇതിൽ ഗ്രന്ഥങ്ങളിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നാരദ മഹർഷി ഇങ്ങനെ പറയത്തില്ലല്ലോ, വ്യാസ മഹർഷി ഇങ്ങനെ പറയത്തില്ലല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചർച്ച തുടരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓരോ വ്യക്തികളും എങ്ങനെ ഗോപികമാരായിട്ട് മാറി, അതായത് മിഥിലയിലുള്ള സ്ത്രീജനങ്ങളും അവർക്കൊക്കെ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഋഷിമാർ, അങ്ങനെ ഒരു കൂട്ടം ഭക്തരുടെ ലിസ്റ്റ് നമ്മളെടുത്തു. അവരൊക്കെയാണ് ഭഗവാന്റെ ഗോപികമാരായി എന്ന് നമ്മൾ പഠിച്ചത്. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഗോപികമാരായി എന്നതിൻ്റെ അർത്ഥം ഗോലോകത്ത് ഗോപികമാരില്ല എന്നുമല്ല. ഭഗവാന്റെ നിത്യപാർഷദരായിട്ടുള്ള ഗോപികമാർ എപ്പോഴും അവിടെയുണ്ട്. അന്നേരം ഇത് ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഭഗവാന്റെ ലീലകൾ പ്രദർശിപ്പിക്കാനായിട്ട് വന്ന സമയത്ത് ഭൂമിയിലുള്ള ചില വ്യക്തികൾക്കും ആ ലീലയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഭഗവാന്റെ നിത്യപാർഷദരായിട്ടുള്ള പാർഷദർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ കൂട്ടത്തിൽ നടക്കുന്നവർ. ഭഗവാൻ ഏതൊക്കെ ലോകത്തിൽ അവതരിക്കുന്നുവോ അപ്പോൾ ഭഗവാന്റെ കൂട്ടത്തിൽ അവിടെയും ഭഗവാന്റെ ലീലകളിൽ ഭഗവാനെ സഹായിക്കാൻ വേണ്ടി ഭഗവാന്റെ കൂട്ടത്തിൽ എപ്പോഴും യാത്ര ചെയ്യുന്നവർ. ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ ടീമിൽ കുറച്ച് പേര് കാണത്തില്ല. അതേപോലെ ഭഗവാന്റെ നിത്യസന്തത സഹചാരികളാണ് അങ്ങനെ കുറച്ച് പേര് ഭഗവാന്റെ ഗോലോകത്തുണ്ട്. ഇപ്പോൾ ശ്രീമതി രാധാറാണി ആകാൻ ആർക്കും കഴിയില്ല. ഭഗവാന്റെ പ്രധാനപ്പെട്ട സഖിമാർ, ആ സഖിമാരുടെ സ്ഥാനവും ആർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനം ആർക്കും എടുക്കാൻ കഴിയില്ല. നന്ദമഹാരാജ്, ദേവകി അമ്മ, യശോദ അമ്മ, വസുദേവർ, ബലരാമസ്വാമി, അതൊക്കെ ഫിക്സ്ഡാണ്. അവരെപ്പോഴും ഭഗവാന്റെ നിത്യപാർഷദരാണ്, ഭഗവാന്റെ വിസ്തരണങ്ങളാണ്, ഭഗവാന്റെ ശക്തികളാണ്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും മാറ്റമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതേ ഭാവത്തിൽ നമുക്ക് അഡീഷണൽ സേവകരായിട്ട് നിൽക്കാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ കമൻസിലിടാം. അപ്പോൾ ഭഗവാൻ ചർച്ച തുടരുന്നു. കാരണം ബ്രഹ്മദേവൻ്റെ സംശയമായിരുന്നു ആരൊക്കെയാണ് ഈ ഗോപികമാരെന്ന്. അന്നേരം അതിനെ ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുകൂടാതെ ഭഗവാൻ പറയുന്നു, വൈകുണ്ഠ ലോകത്തിൽ അവിടെ വൈകുണ്ഠ ലോകത്തിലെ കുറച്ച് ലക്ഷ്മി ദേവിയുടെ കുറച്ച് സേവകരുണ്ട്. അവരും ആഗ്രഹിച്ചു ഭഗവാന്റെ ഗോപിക ആകാമെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ലക്ഷ്മി ദേവിക്ക് പോലും ഗോപിക ആകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ പല പല ലോകങ്ങളിലുള്ള വരുണലോകത്തുള്ള വരുണൻ്റെ പെൺകുട്ടികൾ, മക്കൾ, അവരും ഗോപികമാരായി എന്ന് ഭഗവാൻ, അതായത് കഴിഞ്ഞ ചർച്ച നമ്മൾ എവിടെ നിർത്തിയോ അതിൻ്റെ തുടർച്ചയാണിത്. എന്നിട്ട് സ്വർഗലോകത്തുള്ള ചില പെൺകുട്ടികൾ, അപ്സരസുകളും, അവരൊക്കെ അവരും ആഗ്രഹിച്ചിരുന്നു അവരും ഗോപികമാരാകാൻ ആഗ്രഹിച്ചു. അതുകൂടാതെ
ഭഗവാന്റെ യജ്ഞാവതാരം, ഭഗവാന്റെ 24 അവതാരങ്ങളിലൊന്ന് പറയുന്നുണ്ട് യജ്ഞാവതാരം. കാരണം ഭഗവാന്റെ ആ യജ്ഞനായിട്ട് അവതരിച്ച സമയത്ത്, രുചിയുടെ മകനായിട്ട് ആ സമയത്ത് അവിടെ പല പല ദേവലോകത്തെ സ്ത്രീജനങ്ങൾ, അവർക്കും ഭഗവാന്റെ രൂപം കണ്ടിട്ട് ആകർഷണം തോന്നി. അന്നേരം അവരെല്ലാവരും കഠിനമായിട്ട് ഹിമാലയത്തിൽ തപസ് ചെയ്തു. അവരും ഗോപികമാരായി. പിന്നെ ധന്വന്തരി മൂർത്തി അവതരിച്ച സമയത്ത് ധന്വന്തരി മൂർത്തി അവതരിച്ചതിന് ശേഷം, ഭഗവാന്റെ ലീല കഴിഞ്ഞതിന് ശേഷം, ഭഗവാൻ അപ്രത്യക്ഷമായിട്ടില്ല അമൃതകുംഭമായിട്ട് വന്നതിന് ശേഷം, ആ സമയത്ത് ഭാരതവർഷത്തിലുള്ള മരുന്നുകളൊക്കെ വളരെ ദുഃഖിതരായി. അവരൊക്കെ നിർജീവമായിട്ട് മാറി. അന്നേരം അവർക്ക് അവരുടെ, കാരണം അവർ ഭഗവാൻ അവതരിച്ചപ്പോഴാണ് ഔഷധികളും വന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു. ഇത് ഭഗവാൻ പറയുന്നതാണ്. അന്നേരം അവർക്ക് അവരുടെ ആ ഔഷധീയ ശക്തികൾ തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ സ്ത്രീജനങ്ങളായിട്ട് മാറി. എന്നിട്ട് തപസ് ചെയ്തു. അങ്ങനെ 4 യുഗങ്ങളോളം അവർ തപസ് ചെയ്തു എന്ന്. അതിൻ്റെ ഫലസ്വരൂപമായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തു. അന്നേരം ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് സന്തോഷമായി. ഭഗവാൻ അവരോട് ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? അന്നേരം അവരും പറഞ്ഞു, അങ്ങ് നമ്മുടെ ഭർത്താവാകണം എന്ന് പറഞ്ഞു. അന്നേരം ഔഷധികൾ പോലും എന്തായി? ഗോപികമാരായി എന്നുള്ളതാണ്. പിന്നെ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ പറഞ്ഞു, അതായത് നിങ്ങളെല്ലാവരും ഗോപികമാരായിട്ടും മാറും. എന്നിട്ട് നിങ്ങളൊക്കെ ഔഷധ ചെടികളായിരിക്കും. എന്നിട്ട് ആ രാസലീല സമയത്ത് നിങ്ങൾ ഗോപികമാരായിട്ട് മാറുന്നത്. എത്ര പേരാ ഗോപികമാരാകുന്നത് നോക്കണേ, അല്ലേ? എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഈ ഔഷധീയ ചെടികളെല്ലാം വൃന്ദാവനത്തിലെ പല പല ചെടികളാകും. പക്ഷെ അവർക്ക് ഭഗവാനോടുള്ള ആ സ്നേഹവും കാണും. എന്നിട്ട് രാസലീല സമയത്ത് അവർ ഗോപികമാരായിട്ട് മാറും എന്ന് പറയുന്നു. അതുകൂടാതെ തുളസീദേവിയെ സഹായിക്കുന്ന, തുളസീദേവി ഭൂമിയിൽ അവതരിച്ച ജലന്ധരൻ എന്ന് പറയുന്ന ഒരു അസുരൻ്റെ ഭാര്യയായി. അന്നേരം അവിടെ തുളസീദേവിയെ സഹായിക്കുന്ന തോഴിമാർ, അവരും ഭഗവാനെ കണ്ടപ്പം ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. ഉടൻ തന്നെ അവരും ഗോപികമാരാവുകയാണ്. അതുകൂടാതെ വരുണദേവൻ്റെ, ജലസ്രോതസ്സിൻ്റെ എല്ലാം ദേവനാണ് വരുണദേവൻ. വരുണദേവൻ വരുണദേവൻ്റെ പെൺകുട്ടികൾ, മക്കൾ, അവർ ഭഗവാന്റെ മത്സ്യരൂപത്തെ കണ്ടപ്പോൾ അവർക്ക് ഭഗവാനോട് ആകർഷണം തോന്നി. അവരും ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ ആഗ്രഹിച്ചു. അവരും ഗോപികമാരായി. എന്നിട്ട് ഭഗവാന്റെ അവതാരം, പൃഥു അവതാരം, അത് ഭഗവാന്റെ ഒരു ശക്തിയാവേശ അവതാരമായിരുന്നു. അന്നേരം ഭൂമി വളരെ അധർമ്മിയായിട്ടുള്ള രാജഭരണത്തിൽ ഒരുപാട് വിഷമിച്ച് ഭൂമിയിലെ എല്ലാ ഉത്പന്നങ്ങളെയും ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്. പിന്നെ ഭൂമിദേവി ആഗ്രഹിച്ചത് പ്രകാരം ഭഗവാൻ ഭൂമിയിൽ നിന്നും വീണ്ടും എല്ലാം എടുക്കുകയാണ്. ഭൂമിദേവി ഒരു പശുവായിട്ട് എന്നിട്ട് കറന്നെടുക്കുകയാണ് ഈ ഭൂമിയിൽ വേണ്ടുന്ന എല്ലാ വസ്തുവകളൊക്കെ. അപ്പോൾ അന്നേരം ആ പൃഥു അവതാരത്തിലും ഭഗവാന്റെ നഗരത്തിലുള്ള സ്ത്രീജനങ്ങളും അവരെല്ലാം അത്രി ഋഷിയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, പൃഥു മഹാരാജ് നമ്മുടെ ഭർത്താവാൻ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. അന്നേരം അവർ പറഞ്ഞു, ഭൂമിദേവിയെ ആരാധിക്കുക, ഭൂമിദേവിക്ക് പാല് ദാനമായിട്ട് നൽകുക മനസ്സിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ധ്യാനത്തിൽ അവർ ഭൂമിദേവിയെടുത്ത് അഭ്യർത്ഥിച്ചു,
നമുക്ക് പൃഥു മഹാരാജാവിനെ ഭർത്താവായിട്ട് ലഭിക്കണം. അന്നേരം ഭൂമി ദേവി ആഗ്രഹിച്ചു. എന്നിട്ട് നരനാരായണ ഋഷിയുടെ തപസ്സിനെ ഇളക്കാനായിട്ട് ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം കാമദേവൻ ഒരു കൂട്ടം അപ്സരസുകളുമായിട്ട് വന്നിരുന്നു. ആ സമയത്ത് നരനാരായണ ഋഷിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ പല പല അപ്സര സ്ത്രീകളും വന്നിരുന്നു. അതിലൊന്നാണ് ഉർവശി. അന്നേരം അവരും ആഗ്രഹിച്ചു ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കണമെന്ന്. അപ്പോൾ അവരും ഗോപികമാരായിട്ട് ആവിർഭവിക്കുകയാണ്. എന്നിട്ട് സുതല ലോകത്തിലുള്ള സ്ത്രീജനങ്ങൾ ഭഗവാന്റെ വാമനമൂർത്തിയെ കണ്ടപ്പോൾ അവർക്കും ഭഗവാനോട് പ്രേമം ഉദിച്ചു. അവരും തപസ്സുകൾ ചെയ്തു, അവരും ഗോപികമാരായി. ഇനി അതുകൂടാതെ ഒരു കൂട്ടം നാഗകന്യകമാർ, നാഗലോകത്തെ വാസികൾ, അവർ അനന്തശേഷനെ കണ്ടപ്പോൾ അവർക്ക് ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കണം, ബലരാമസ്വാമി ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് ആലോചിച്ചു. അവരും ഗോപികമാരായി. അന്നേരം അവരാണ് ബലരാമസ്വാമിയുടെ രാസലീലയിൽ പങ്കെടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ബലരാമസ്വാമിയുടെയും ഒരു രാസലീലയുണ്ട്. ബലരാമസ്വാമി മധുരയിൽ വന്നതിന് ശേഷം ബലരാമസ്വാമി ഇടയ്ക്ക് വൃന്ദാവനത്തിലേക്ക് പോകും. അപ്പോൾ ഒരു കൂട്ടം ഗോപികമാർ രാസലീലയിൽ പങ്കെടുക്കും. എന്നിട്ട് എന്താണ് ഈ രാസലീല? അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. രാസലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാനും ഭഗവാന്റെ സേവനം ചെയ്യാനുള്ളൊരവസരം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഭഗവാന് വേണ്ടി മാല ചാർത്തുക, ഭഗവാന് വേണ്ടി നിവേദ്യം സമർപ്പിക്കുക, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. ഒരു ഭാര്യ എങ്ങനെയാണ് ഭർത്താവിൻ്റെ സേവനം ചെയ്യുന്നത്, അതേപോലെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക. അതിനെയാണ് രാസലീല എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, ഇടയ്ക്ക് എന്തോ ഒരു ശബ്ദം കേട്ടോ, അതാണ് നിങ്ങൾ. ഓക്കെ. അപ്പോൾ ബലരാമസ്വാമിയെയും ഭർത്താവായിട്ട് ലഭിക്കാൻ ഒരു കൂട്ടം നാഗപത്നിമാർ ആഗ്രഹിച്ചിരുന്നു. അന്നേരം അവരെല്ലാവരും ഭഗവാന്റെ ഗോപികമാരായിട്ട് അവതരിക്കുകയാണ്. അതുകൂടാതെ അന്നേരം ഇത് ഭഗവാന്റെ ഗോപികമാർ വേറെ, ബലരാമസ്വാമിയുടെ ഗോപികമാർ വേറെ. ഇത് രണ്ടും ഒരാൾ തന്നെയാണെങ്കിലും ഇനി ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ബലരാമസ്വാമിയുടെ ഭഗവാൻ കൃഷ്ണൻ്റെ രാസലീലയിൽ ബലരാമസ്വാമിയും പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ അനംഗമഞ്ജരിയായിട്ട് ബലരാമസ്വാമി ഒരു ഗോപിയാകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇത് ചേട്ടനല്ലേ, അങ്ങനെയല്ലേ. നമ്മൾ ഈ ലോകത്തുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ ബന്ധങ്ങളെ ചിന്തിക്കരുത്. അത് ആത്മീയ ബന്ധങ്ങളാണ്. നമ്മൾ ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇവിടുത്തെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് ഭഗവാന്റെ ലീലകൾ. അത് നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. ഇത് ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഭഗവാന്റെ ഉള്ളിലല്ല കാമം, ഭക്തരുടെ ഉള്ളിൽ പ്രേമമാണ്. അവർക്ക് ഭഗവാനെ ആ ഒരു ഭാവത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ആ രൂപത്തിൽ മാറുകയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനുമാണ്, നമ്മുടെ മകനുമാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. നമുക്ക് ഭഗവാനുമായിട്ട് ഏത് ബന്ധമാണോ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഭഗവാനുമായിട്ട് ആ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അത് നമ്മുടെ ആഗ്രഹം മാത്രം പോരാ, നമ്മുടെ യോഗ്യതയും കൂടെ വേണം. യോഗ്യത എന്താണ്? അത്രത്തോളം തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അത്രത്തോളം ഹൃദയം ശുദ്ധമാകണം. നമ്മളിപ്പോൾ വിചാരിക്കുന്നു എനിക്കും ഭഗവാനോട് അങ്ങനെ ഇഷ്ടമുണ്ട്, അങ്ങനെ ഉണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഭഗവാനെ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് പല ആഗ്രഹങ്ങളും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനുമായിട്ട് അടുക്കാൻ കഴിയാത്തത്. പക്ഷെ ഗോപികമാരൊന്നും അങ്ങനെയല്ല. നമ്മൾ ഈ വൃന്ദാവനത്തിലെ ഭക്തരെന്ന് പറയുന്നത് ഇപ്പോഴുള്ള വൃന്ദാവനത്തിലെ ഭക്തരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ലീലകളിൽ ഭഗവാന്റെ നിത്യ പാർഷദരായിട്ടുള്ള ബ്രജവാസികൾ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവാനല്ലാതെ വേറൊരു ആഗ്രഹമില്ല. പാണ്ഡവരെ നിങ്ങൾ കണ്ടില്ലേ? അന്നേരം ഭഗവാനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മാത്രം ഉള്ളിൽ സൂക്ഷിക്കുന്ന അവരാണ് യഥാർത്ഥ ഭഗവാന്റെ പാർഷദർ എന്നാണ് നമ്മൾ മനസ്സിലായത്. അല്ല, നമ്മളും അങ്ങനെയല്ലേ? ഇപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ ആരെയായിരിക്കും ഇടപെടുത്തുന്നത്? നമുക്ക് അത്രത്തോളം വിശ്വാസമുള്ള, നമുക്കിഷ്ടമുള്ള, നമ്മളെ ഇഷ്ടമുള്ള അങ്ങനെയുള്ള വ്യക്തികളെയല്ലേ നമ്മൾ ഇടപെടുത്തും. അല്ലാത്തവരെല്ലാം നമ്മൾ ദൂരെ നിർത്തും, അല്ലേ? അതേപോലെയാണ് ഭഗവാൻ.
ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. പക്ഷേ ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ, അതിനനുസരിച്ച് ഭഗവാൻ നമ്മളെ അടുപ്പിക്കും അല്ലെങ്കിൽ ദൂരെ നിർത്തും. അല്ലാതെ നമ്മളെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ബാക്കിയുള്ള ഭക്തർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാവുമെങ്കിൽ ഭഗവാൻ നമ്മളെ അകറ്റി നിർത്തും. അതാണ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരെയും അകറ്റി നിർത്തുക എന്തുകൊണ്ടാണ്? നമുക്ക് ഭഗവാനോട് അസൂയ, ഭഗവാനോട് ദ്വേഷഭാവമുണ്ട്, മറ്റു ഭക്തരോടും ദ്വേഷഭാവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അകന്നു നിൽക്കുന്നത്. എപ്പോഴാണോ ഭഗവാന് ബോധ്യപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി കൊണ്ട് ഭൗതിക സുഖഭോഗങ്ങൾ, ഇന്ദ്രിയ ആസ്വാദനത്തിലൊന്നും നമ്മുടെ മനസ്സ് ചാഞ്ചാടത്തില്ല എന്ന് ഭഗവാന് ബോധ്യപ്പെടുന്നത്, അപ്പോൾ നമ്മളെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തും പൂർണ്ണമായിട്ടും. അന്നേരം ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന പോലെ സേവനം ചെയ്യണം. അവിടെ നമ്മൾ എന്താണോ സേവനം ചെയ്യുന്നത് അതേപോലെ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിലൂടെ സേവനങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ശരീരം ശുദ്ധമാവും, മനസ്സ് ശുദ്ധമാവും. കാരണം മനസ്സ് ഉപയോഗിക്കണമല്ലോ നമ്മുടെ സേവനത്തിന്. ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ശുദ്ധമായി നമ്മുടെ ബോധം ശുദ്ധമാകും. അപ്പോൾ പിന്നെ നമുക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക്, ആ ശരീരം ഉപേക്ഷിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഇത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൂടാതെ ഭഗവാൻ പറയുന്നു, കശ്യപ പ്രജാപതിയായിരിക്കും വസുദേവരായിട്ട് അവതരിക്കുന്നത്, അതിഥി ദേവിയായിരിക്കും ദേവകിയായിട്ട് വരുന്നത്, പിന്നെ പ്രാണവസു ആയിരിക്കും ശൂരസേനാവുന്നത്, ധ്രുവവസു ആയിരിക്കും ദേവകനാവുന്നത്. അന്നേരം ദേവകി അമ്മ വസുദേവർ ഗോലോകത്തില്ല എന്നാണോ? അവിടെയുണ്ട്. പക്ഷേ ഇത് ദേവന്മാരെ കാണിക്കാനുള്ള ഒരു ലീലയാണ്. അന്നേരം ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താ, ആ ഭഗവാൻ ഗോലോകത്തുണ്ട്. ഇനി ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ഭഗവാൻ വസുദേവരായിട്ടുള്ളത് ഈ ദേവനാണ്, ആ ദേവനാണ്. അതായത് ദേവന്മാർക്കൊരു അവസരം കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഭഗവാന്റെ നിത്യ ലീലയിലുള്ള വസുദേവരില്ല, ദേവകി അമ്മ ഇല്ല എന്നല്ല. അവർ വേറെ ഉണ്ട്. അന്നേരം അവർ തന്നെയാണ് ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. പക്ഷേ ദേവന്മാർക്കും കൂടെ ഒരു അവസരം കൊടുക്കുക. അന്നേരം അവരുടെ കൂട്ടത്തിൽ ആ ഭഗവാന്റെ നിത്യപാർഷദരായിട്ടുള്ള ഭക്തർ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇവരും കൂടെ പ്രവേശിക്കും. അന്നേരം ഇവർക്ക് തോന്നും, ഓ ഞാനാണ് ഭഗവാന്റെ അമ്മ, ഞാനാണ് ഭഗവാന്റെ അച്ഛൻ എന്നുള്ള ആ ഒരു അവസരം അവർക്കും കൂടെ കിട്ടുകയാണ്. പിന്നെ ഇത് യോഗ്യതയില്ലാത്തവർക്ക് ഭഗവാന്റെ ഗോലോകത്തിലേക്ക് ഒരു എൻട്രി കൊടുക്കണ്ട എന്നും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. അന്നേരം മിക്ക ആൾക്കാർ നമ്മൾ ഇപ്പോൾ ഈ സത്സംഗം കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താണെന്ന് വിചാരിച്ചിരുന്നു, ഭഗവാൻ 5000 വർഷം മുമ്പേ വന്നു, ഇവിടെ ലീലകളൊക്കെ ചെയ്തു പോയി, അത്രയേ ഉള്ളൂ. അന്നേരം ഒരു നിത്യ വൃന്ദാവനമുണ്ട്, നിത്യ ഗോലോകം അതൊന്നും നമുക്കറിയത്തില്ലായിരുന്നല്ലോ അല്ലേ. അത് ആചാര്യന്മാരിലൂടെ, ഗുരുപരമ്പരയിലൂടെയാണ് നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് നമ്മുടെ അഡ്രസ്സ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും എൻട്രി കൊടുക്കത്തില്ലല്ലോ. അതേപോലെ ഭഗവാന്റെ ആ ഗോലോകത്തിലേക്ക് എല്ലാവർക്കും എൻട്രി ഇല്ല എന്നുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കണം അല്ലേ. എന്നിട്ട് ഇവിടെ പറയുന്നു, വസു ഉദ്ധവരാകും, ദക്ഷൻ അക്രൂരനാവും, കുബേരൻ ഹൃദികനാവും, വരുണൻ കൃതവർമ്മയാകും. എന്നാൽ ഇതെല്ലാം ദേവന്മാരും അതിൽ പങ്കെടുക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ നിത്യപാർഷദരാണ്. പിന്നെ പ്രാചീന ബർഹി ഗതനാകും, മരുതൻ ഉഗ്രസേനനാകും. എന്നിട്ട് ഞാൻ ഉഗ്രസേനന് എല്ലാ രാജ്യവും കൊടുക്കും, ഞാൻ അത് സംരക്ഷിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. അംബരീഷൻ യൂധാനനാകും, പ്രഹ്ലാദൻ സാത്വികയാകും, ശിരാബ്ധി ശാന്തനുവാകും, ദ്രോണ വസുതമൻ ഭീഷ്മരാകും, ദിവോദാസൻ ശല്യനാകും, ഭഗൻ ധൃതരാഷ്ട്രരാകും, പുഷൻ പാണ്ഡുവാകും, ധർമ്മരാജാവൻ യുധിഷ്ഠിരനാകും, വായു ഭീമസേനാകും, സ്വയംഭൂ മനു അർജുനാകും. ഹരേ കൃഷ്ണ. ശതരൂപ സുഭദ്രയാകും. അന്നേരം സുഭദ്രാദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യ പാർഷദയാണ്. അത് ഭഗവാന്റെ ശക്തിയാണ്, യോഗമായാണ്. അത് കൂടാതെ ശതരൂപാദേവിക്കും സുഭദ്രാദേവി ആകാനുള്ള അവസരം കിട്ടുകയാണ്. സവിതൻ കർണനാകും, അശ്വിനികുമാരന്മാർ നകുല സഹദേവന്മാരാകും, ധാത ബാഹ്ലികനാകും, വഹനി ദ്രോണാചാര്യനാകും. എന്നിട്ട് കലിയുടെ ഒരംശം ദുര്യോധനാകും. ഹരേ കൃഷ്ണ. സോമൻ അഭിമന്യുവാകും,
മഹാദേവൻ്റെ ഒരു അംശത്താൽ അശ്വത്ഥാമാവ് വരും. ഒന്നാലോചിച്ചു. ഹരേ കൃഷ്ണ. അന്നേരം ഇങ്ങനെ എൻ്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരും അവരുടെ പത്നിമാരും എല്ലാം ഭൂമിയിൽ അവതരിക്കും. എന്നിട്ട് പറയുന്നു, ഇതിനു മുമ്പ് ഞാൻ അവതരിച്ചപ്പോഴെല്ലാം എൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയും കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവർ വരും. പക്ഷെ അവർ 16,000 റാണിമാരായിട്ടായിരിക്കും അവർ ഈ ഭൂമിയിൽ അവതരിക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം നാരദ മഹർഷി ഇത് ബാലിക രാജാവിനോട് പറയുകയാണ്. ഇതെല്ലാം ബ്രഹ്മദേവനോട് പറഞ്ഞതിന് ശേഷം ഭഗവാൻ യോഗമായ എടുത്ത് പറഞ്ഞു. എന്താ പറയുക നമുക്ക് നോക്കാം. ഭഗവാൻ പറഞ്ഞു, ദേവകി അമ്മയുടെ 7ാമത്തെ ഗർഭത്തെ രോഹിണി അമ്മയുടെ ഗർഭത്തിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞു. അതിനുശേഷം യോഗമായ അവിടുന്ന് സ്വയം നന്ദമഹാരാജൻ്റെ പത്നിയായ യശോദയുടെ മകളായിട്ട് അവതരിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ബ്രഹ്മദേവനും ദേവന്മാരും എല്ലാവരും ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് അവരെല്ലാവരും അവരവരുടെ ലോകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നാരദ മഹർഷി പറയുന്നു, മിഥില രാജാവേ, ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് കംസനെ കൊല്ലാനായിട്ട് വന്ന ആ ഭഗവാൻ അത് സാധാരണ ഒരു അവതാരമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ്. എന്നിട്ട് നാരദ മഹർഷി പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ എത്രയോ രോമങ്ങളുണ്ട്, അത്രത്തോളം നാവുകളുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഭഗവാനെക്കുറിച്ചുള്ള ലീലകൾ അത്രയ്ക്ക് വിശദമായിട്ട് എനിക്ക് പറയാൻ കഴിയുമായിരുന്നു എന്ന് നാരദ മഹർഷി പറയുകയാണ്. ഓരോ പക്ഷികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട് പറക്കാൻ. അതേപോലെ ഭഗവാന്റെ ലീലകളെ ഓരോ വ്യക്തികളും അവരവരുടെ കഴിവിനനുസരിച്ച് വർണ്ണിക്കാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അന്നേരം ഭഗവാൻ കൃഷ്ണൻ നമുക്ക് വേണമെങ്കിൽ ഓടിച്ച് മുന്നോട്ടൊക്കെ പോവാം. പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു അവതാരമല്ല, ഈ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ്. ഭഗവാൻ കൃഷ്ണൻ, ശ്രീരാമസ്വാമി, നരസിംഹസ്വാമി, നാരായണൻ, വിഷ്ണു, വരാഹം, ഇതെല്ലാം ഒരേ ആൾ തന്നെയാണ്. അപ്പോൾ ഒരേ നടൻ തന്നെ വ്യത്യസ്ത സിനിമകളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ ഒരേ വ്യക്തി തന്നെയാണ്. അതേപോലെ ഇത് ഒരേ വ്യക്തി തന്നെയാണ്. അന്നേരം ആ ഒറിജിനലി അദ്ദേഹത്തിൻ്റെ രൂപം എന്താണ്? അതാണ് ശ്രീകൃഷ്ണ രൂപം. മയിൽപീലിയും ചൂടി ഓടക്കുള്ളും പിടിച്ചുകൊണ്ട്. അന്നേരം നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിക്കും ചിന്തിക്കേണ്ട ആവശ്യം, നിങ്ങളെപ്പോഴും കൃഷ്ണനെ തന്നെ പൊക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങളെപ്പോഴും കൃഷ്ണനെ തന്നെ, മഹാദേവനെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? മഹാദേവനും ഭഗവാന്റെ ഒരു രൂപമാണ്, ഒരു വ്യത്യസ്ത രൂപമാണ്. ബ്രഹ്മസംഹിതയിൽ പറയുന്ന ഒരു പാലിൽ നിന്ന് എങ്ങനെയാണോ തൈര് വരുന്നത്, അത് തൈരും പാലിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇത് ബ്രഹ്മദേവൻ പറയുന്നതാണ്, അല്ല നമ്മൾ മഹാദേവനെ തൈരാക്കുന്നതല്ല. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു, മഹാദേവനെ വെറും തൈരാക്കിയല്ലേ, അങ്ങനെയല്ല. നമ്മൾ ആ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. പാലിന് പാലിൻ്റേതായിട്ടുള്ള മഹത്വം ഉള്ളതുപോലെ തന്നെ തൈരിനും തൈരിൻ്റേതായിട്ടുള്ള മഹത്വം ഇല്ലേ? മനസ്സിലായില്ലേ? അന്നേരം ആ പാലിൽ നിന്ന് എങ്ങനെ തൈര് വരുന്നു, അതേപോലെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഭഗവാൻ എടുക്കുന്ന രൂപമാണ് മഹാദേവൻ്റേത്. പക്ഷേ മഹാദേവൻ എപ്പോഴും ഭഗവാനോടൊരു ഭക്തിഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ പുരാണങ്ങളിൽ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അന്നേരം ശ്രീകൃഷ്ണ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ രൂപമാണ്, ആദിപുരുഷ രൂപമാണ്. ഭഗവാന്റെ അന്തിമ രൂപം, ആദ്യ രൂപം, അൾട്ടിമേറ്റ് രൂപം എന്ന് നമുക്ക് വേണം, ഏറ്റവും പരമോന്നതമായിട്ടുള്ള രൂപമാണ്. അതായത് ഭഗവാന്റെ പരിപൂർണതയിൽ നമുക്ക് കാണണമെങ്കിൽ അത് ശ്രീകൃഷ്ണ രൂപമാണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭഗവാൻ വളരെ സിമ്പിളായിട്ട് ഓടക്കുള്ളിൽ പിടിച്ച് മയിൽപ്പീലിയും ചൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇതാണോ ഭഗവാൻ? ഇത് ഭഗവാന്റെ ഒരു രൂപം, ഒരു പല പല ദേവന്മാരുണ്ട്, അതേപോലെ ഒരു ദേവൻ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. ഭഗവാൻ വിശ്വരൂപം കാണിച്ച് നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ കണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ നിങ്ങൾ പഠിച്ചതല്ലേ? വേറെ ഏതെങ്കിലും ദൈവം വിശ്വരൂപം കാണിച്ചിട്ടുണ്ടോ? ഇതേപോലെ വേറെ ഏതെങ്കിലും ഭഗവാന്റെ അവതാരങ്ങൾ വിശ്വരൂപം കാണിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവാന്റെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ പൂതനെ കൊന്നു, അല്ലേ?
അതുകൂടാതെ ഭഗവാന്റെ വായിൽ യശോദാമ്മ അഖിലകോടി ബ്രഹ്മാണ്ടങ്ങളും കാണുകയാണ്. അന്നേരം ഇതൊക്കെ വേറെ ഏതെങ്കിലും ലീലകളിൽ നമ്മൾ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഭഗവാൻ, ഈ ദേവന്മാരും ഭഗവാനും എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അത് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്തായാലും. കാരണം ഈ പുരാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് പറയുന്നത്, ഭഗവാൻ ആദിപുരുഷനാണെന്ന് പറയുന്നത്. അന്നേരം നമ്മളത് വിശ്വസിക്കണ്ടേ? പക്ഷേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെനക്കെട്ട് ഇതൊന്നും പഠിക്കാറില്ല. നമ്മൾ പല സീരിയൽ കണ്ടിട്ടും പല പല ആൾക്കാരുടെ പ്രഭാഷണങ്ങളിലൂടെയാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുക. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഭഗവത്ഗീത ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് പഠിച്ചു നോക്കൂ. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം പഠിച്ചു നോക്കൂ. ശ്രീമദ് ഭാഗവതം ആദ്യത്തെ സ്കന്ധം മുതൽ അവസാനത്തെ സ്കന്ധം വരെ പഠിച്ചു നോക്കൂ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയം വായിച്ചു നോക്കൂ. ആദ്യത്തെ ഒരു 2-3 ദശകം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഗുരുവായൂരപ്പൻ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഗുരുവായൂരിലിരിക്കുന്ന ചതുർബാഹു രൂപം അത് ഭഗവാൻ കൃഷ്ണൻ്റെ ചതുർബാഹു രൂപമാണ്, അത് വിഷ്ണു അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, കൃഷ്ണൻ, വിഷ്ണു ഇതെല്ലാം ഒരാൾ തന്നെയാണ്. പക്ഷേ ഭാവത്തിൽ വ്യത്യാസമുണ്ട്, ഭഗവാന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? അംശം, അംശാംശം, കല, ഇതെല്ലാം ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഓരോ രൂപങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. ആവേശരൂപം, കലാരൂപം. കല എന്ന് പറയുമ്പോൾ ആർട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. കല എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു രൂപമാണ്, അതായത് ഭഗവാന്റെ ഒരു ഭാഗം, അതിനെയാണ് കല എന്ന് പറയുന്നത്. അംശം എന്ന് പറഞ്ഞാൽ അംശം, ചെറിയൊരു ഭഗവാന്റെ കംപ്ലീറ്റ് പവർ യൂസ് ചെയ്യേണ്ട ചെറിയ. ഇനി അംശത്തിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു അംശത്തിൻ്റെ ഒരു ചെറിയൊരു അംശം, അത്രയും പവർ കൊടുത്താൽ മതി ആ ഒരു പർപ്പസിന് വേണ്ടി. ഇനി കല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു ഭാഗം കൊടുക്കണം, ഒരു വലിയൊരു ഭാഗം. ഇനി പൂർണ്ണ രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭഗവാന്റെ പൂർണ്ണ രൂപം തന്നെ, അതായത് ഭഗവാനെ പോലെ തന്നെ അടുത്തൊരു ഭഗവാൻ, അതായത് ഭഗവാനെ പോലെ ശക്തിശാലിയായ അടുത്തൊരു ഭഗവാൻ. അതാണ് നരസിംഹസ്വാമി, ശ്രീരാമസ്വാമി, ഇതെല്ലാം ഭഗവാൻ തന്നെ. അതായത് ഭഗവാന്റെ പൂർണ്ണ ശക്തിയെ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്, പ്രകടിപ്പിക്കുകയാണ് ഇവിടെ ആവശ്യമുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിപൂർണതമ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ കൃഷ്ണൻ്റെ ഉള്ളിൽ ഈ എല്ലാ രൂപങ്ങളും ഉണ്ട്. നരസിംഹസ്വാമിയുണ്ട്, ശ്രീരാമസ്വാമിയുണ്ട്, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉള്ളിലുണ്ട്. കാരണം അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇതെല്ലാം വന്നാലും അദ്ദേഹത്തിൽ നിന്ന് അതൊന്നും കുറയുന്നില്ല, അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോകളും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭഗവാന്റെ തിരുനാമം ജപിക്കണം. ജപിക്കാൻ നമുക്കിതൊന്നും തലയ്ക്കകത്ത് കയറത്തില്ല. ഒരു ശുദ്ധമായിട്ടുള്ള ജീവിതം ജീവിക്കണം. എങ്ങനെ? 4 യമനിയമങ്ങൾ പാലിക്കണം. മത്സ്യമാംസാദികൾ കഴിക്കരുത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അവിഹിത ബന്ധങ്ങൾ പാടില്ല, ചൂത് കളിക്കാൻ പാടില്ല. ഇതൊക്കെ കലിയെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ കലിബാധ കയറുന്നതാണ് ഇതിലൂടെയൊക്കെ. കലിബാധ കയറിക്കഴിഞ്ഞാൽ, കലി എന്ന് പറഞ്ഞാൽ കലി തന്നെ, കലഹം, കാപട്യം, ഇത് തന്നെയാണല്ലേ നമുക്ക് ഈ ലോകത്തെന്നും കാണാൻ കഴിയുന്നത്. ചെറിയ ചെറിയ കാര്യത്തിന് കലഹമാണ് അല്ലേ? അപ്പം നമ്മുടെ ഭാരതത്തിലെ ഉത്തർ ദിശയിലിരിക്കുന്ന ഒരു സ്ഥലത്തിന് വേണ്ടി ഇത്രയും യുദ്ധം നടക്കുകയാണ് അല്ലേ? അയൽരാജ്യം വിചാരിക്കുന്നു അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര യുദ്ധങ്ങൾ കാലാകാലമായിട്ട് നടക്കുന്നു അല്ലേ? ഇത് ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന്. അതുകൊണ്ട് കലിയുഗമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു കുറച്ച് സ്ഥലത്തിന് വേണ്ടി അവരുടെ മുഴുവൻ രാജ്യത്തെയും ഹോമിക്കാൻ അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുക, അവരുടെ രാജ്യം വിട്ട് നമ്മുടെ രാജ്യത്തിൽ നുഴഞ്ഞു കയറി എന്തും ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഞാൻ ഈ പൊളിറ്റിക്സ് ഒന്നും പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറഞ്ഞു പോവുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, കലി എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. കലി ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ, ഒരു ഗൃഹനാഥൻ്റെയോ ഒരു വീട്ടമ്മയുടെ ഒരു കുട്ടിയുടെ ഉള്ളിൽ മാത്രമല്ല, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു മേലാധികാരിയുടെ ഉള്ളിൽ വരെ, ഒരു നേതൃത്വം വഹിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ വരെ കലിയിരിപ്പുണ്ട്.
അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, ശരിയും തെറ്റുമായിട്ടുള്ള തീരുമാനങ്ങൾ വലിയൊരു ജനസമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം കലിയുടെ പ്രഭാവമാണ്. ഇത് കലിയുഗമാണ്. എല്ലായിടത്തും കലഹവും കാപട്യവും മാത്രം നമുക്ക് കാണാൻ കഴിയും. അന്നേരം ഇതിൽ നിന്നുള്ള ഒരേ ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ കീർത്തന ദൈവകൃഷ്ണസ്യ, ഭഗവാന്റെ തിരുനാമ ജപമല്ലാതെ, ഹരിനാമ സങ്കീർത്തനമല്ലാതെ വേറൊരു രക്ഷയില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായി ജപിക്കുക, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, ഭഗവാനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, അല്ലാതെ നമുക്കൊരാശ്രയമില്ല അല്ലേ? നമുക്കെല്ലാവർക്കും എങ്ങനെയാണോ പാണ്ഡവർ യാചിച്ചത്, എങ്ങനെയാണോ ദ്രൗപദി ദേവി അഭ്യർത്ഥിച്ചത്, എങ്ങനെയാണോ ഗജേന്ദ്രൻ യാചിച്ചത്, പ്രഹ്ലാദൻ അല്ലേ? ഇനി 11-ാം തീയതി നരസിംഹ ജയന്തിയാണ്, നരസിംഹ ചതുർദശിയാണ്. അന്നേരം നമുക്ക് ആകെ ഒരു ആശ്രയം നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനാണ്. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് നിർത്താം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.